हरे कृष्ण प्रभु जी, प्रणाम। हरे कृष्ण माता जी, हरे कृष्ण। ഒരു സെക്കൻഡ്, ഞാനൊന്ന് ലൈവ് കുറച്ച് സ്ലോ ഉണ്ടെന്ന് അതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാ ജി, ഹരേ കൃഷ്ണ, പ്രണാമം. പ്രാർത്ഥനയിൽ കിടക്കാം നമുക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദ്രയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. ഭാഗവതേയുത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടഗീ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനദാരിണം ശ്രീചൈതന്യമീശ്വരം വജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുർമിനീതം തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യം മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം തദാതി സ്വഭാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹന രഘുനാഥാനിതം തം സജീവം സാദൈവം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹനലളിത ശ്രീവിശാഖാനിം താം ച. हे कृष्णा करुणा सिंधु दीनबंधो जगत्पदे गोपेश गोपिका कांता राधा कांता नमस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितं पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन्निधि नामिने नमस्ते सारस्वदेवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण प्रभादी की गुरुदेव की जनत गौरी वैष्णव भक्त की हरे कृष्ण प्रणाम. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. ആരാ എടുക്കുന്നത്? ഒരു സെക്കൻഡ്, ഞാൻ ലാപ്ടോപ്പ് ആരാ വായിക്കുന്നത്? അടങ്ങിയിട്ടുണ്ടാ? ഭാഗവതന്മാർ അഥവാ ശുദ്ധ ഭക്തർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? എത്ര? 13 അല്ലേ? 12? 11. 12ാമത്തെ അല്ലേ? 11ാമത്തെ. 11ഉം 12 അല്ലേ? 11ഉം 12 പ്രഭു. 12ഉം 11ഉം 12. 11ഉം 12 അല്ലേ? അതെ. പറഞ്ഞിരിക്കാൻ ആൻസറും പറഞ്ഞിട്ട് എഴുതിട്ടില്ലേ? ഭഗവന്മാരന് ആര്? ആദ്യത്തെ ചോദ്യം ശുദ്ധ ഭക്തരെന്ന് വിളിക്കുന്നത് ആരെയാണ്? 11ലെ ആദ്യത്തെ ചോദ്യം ഭാഗവതന്മാർ അഥവാ ഭാഗവതന്മാർ എന്ന ശുദ്ധ ഭക്തൻ. ഭഗവാന് പ്രത്യക്ഷമായി തന്നെ സേവനമനുഷ്ഠിക്കുന്ന ഭക്തന്മാരെ ഭാഗവതന്മാർ അഥവാ ശുദ്ധ ഭക്തർ എന്ന് വിളിക്കുന്നു. അതായത് 11th ലെസണില് 2ാമത്തെ പാരഗ്രാഫില് പേജ് നമ്പർ 123. ഭഗവാനെ നേരിട്ട് പ്രത്യക്ഷമായി തന്നെ സേവനമനുഷ്ഠിക്കുന്ന പ്രത്യക്ഷമായിട്ട് തന്നെ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നവരെയാണ് ഭാഗവതം എന്ന് പറയുന്നത്. അത് അവര് തമ്മിൽ, ഭഗവാനും അവരും തമ്മിൽ ബന്ധമുള്ളൂ. വേറൊരു ലോകമായിട്ട് അവർക്ക് ബന്ധം ഉണ്ടാവില്ല. അവർക്ക് ബന്ധം ഭഗവാനും അവരായിരിക്കും. നമ്മളാണെങ്കിലോ നമുക്ക് പലതരം ബന്ധങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഓർമ്മ വരും അല്ലേ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മാത്രം, ഭഗവാനും അവരും തമ്മിലുള്ള ബന്ധം.
അങ്ങനത്തെ ഉള്ള രീതിയിലുള്ളവരെയാണ് ഭാഗവതന്മാർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സുഹൃഭാവത്തിലുള്ള ഭക്തി സേവനങ്ങൾ ഏതെല്ലാം? ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് നമ്മൾ ഭക്തി സേവനം എന്തൊക്കെയാ ചെയ്യണേന്ന്? ആ സുഹൃത്ത് ഭാവത്തില് ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് ഭാഗവതന്മാര്, പിന്നെ സുഹൃത്ത് ഭാവം അല്ലേ? ആ, സുഹൃത്ത് ഭാവത്തിലുള്ള ഭക്തി സേവനങ്ങളാ ചോദിച്ചേ. സേവനങ്ങൾ എന്തല്ല? ആ, എങ്ങനെയാണ്? ഭഗവാന്റെ അന്തരംഗദാസനായി പ്രവർത്തിക്കുക, ഭഗവാന്റെ ശുഭകാംക്ഷിയായി പ്രവർത്തിക്കുക. ആ, പേജ് നമ്പർ മാതാജി. അന്തരംഗ ഭക്തൻ, പിന്നെ ശുഭകാംക്ഷിയായിട്ട് വർദ്ധിക്കുക. ഉദാഹരണം അർജുനൻ. 124 പേജിൽ ലാസ്റ്റ് അല്ലേ മാതാജി? 123 ലാസ്റ്റ് അല്ലേ? സുഹൃത്ത് ഭാവത്തിൽ ഉദാഹരണം എഴുതിയാൽ മതി. അർജുനൻ നമുക്കറിയാവുന്നതാണ്. സുഹൃത്ത് ഭാവത്തിലും അതായത് അന്തരംഗ ദാസനായിട്ടും അഭ്യുതകാംക്ഷിയായിട്ടും ചെയ്യുന്നവൻ. അന്തരംഗദാസൻ പ്ലസ് അഭ്യുതകാംക്ഷി. ശുഭകാംക്ഷിയായിട്ടുള്ള ദാസൻ. ആ, ശുഭകാംക്ഷി. അതന്നെ, ശുഭകാംക്ഷി. ഉദാഹരണം അർജുനന് എഴുതാം. അടുത്തതാ? മനുഷ്യ സമുദായത്തിൽ എങ്ങനെയുള്ളവർക്ക് തുല്യനായി ആരുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതെന്താണ്? ഗീതാരഹസ്യം ജനങ്ങളിൽ എത്തിക്കുവാൻ കൃഷ്ണന് ഏറ്റവും പ്രിയങ്കരനാണ്. മനുഷ്യ സമുദായത്തിന് അയാൾക്ക് തുല്യനായി ആരുമില്ല. ഗീതാരഹസ്യം ഒന്നാണ് പറഞ്ഞത്. ഗീതാരഹസ്യം ജനങ്ങളിൽ എത്തിക്കുന്നവൻ കൃഷ്ണന് ഏറ്റവും പ്രിയങ്കരനാണ്. മനുഷ്യ സമുദായത്തിന് അയാൾക്ക് തുല്യനായി ആരുമില്ല. സമൂഹത്തിൽ തുല്യനായിട്ട് ആരുമില്ല. ഗീതാരഹസ്യം ജനങ്ങളിൽ എത്തിക്കുന്നവൻ കൃഷ്ണന് ഏറ്റവും പ്രിയങ്കരനാണ്. ഗീതാരഹസ്യം ജനങ്ങളിൽ എത്തിക്കുന്ന കൃഷ്ണൻ ഏറ്റവും പ്രിയങ്കരൻ. അതാണ് അതിന്റെ ഉത്തരം. മനുഷ്യ സമുദായത്തിൽ അയാൾക്ക് തുല്യനായി ആരുമില്ല. ഓക്കെ, അത് പേജ് നമ്പർ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതാണ് ഭഗവാന്റെ നാമം. 125 ആദ്യം ഭഗവാന്റെ. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താ? അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെ ലക്ഷ്യം അതേപോലെ മാറണം. ഭഗവത്ഗീത പ്രചരിപ്പിക്കുക, ഗീത ജനങ്ങളിലേക്ക് എത്തിക്കുക. ഭഗവത്ഗീതയുടെ രഹസ്യം ഭഗവാനിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പൊ ഈ ക്ലാസ് എടുക്കുന്ന ആചാര്യന്മാരും മാതാജിമാരും ഒക്കെ അതിന് തുല്യല്ലേ? ഹരേ കൃഷ്ണ. ഭഗവാന്റെ നാമം ഇതൊക്കെ അതാണ് അവരുടെ എല്ലാ ആചാര്യന്മാരെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. എന്താണ്? ഭഗവാന്റെ നാമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ്. അപ്പൊ നമ്മളെക്കാൾ കഴിയുന്നത് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കണം. അപ്പൊ എന്താണ് ഭഗവാൻ പറയണാണ്? അവരിക്കൽ ശ്രേഷ്ഠമായിട്ടുള്ളത് പിന്നെ ആരുമില്ല എന്ന് ഭഗവാൻ പറയാണ്. ആരുമില്ല. അപ്പൊ പ്രഭു മാതാജിയൊക്കെ അതില് പെട്ടു. ഹരിബോൾ. ഹരേ കൃഷ്ണ. എല്ലാവരും വരണം അതിലേക്ക്. കാരണം നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടാവുന്നത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് എന്താണ്? 11, 20, 34 ഭഗവാൻ പറയുന്നത് എന്താണ്? ഭാഗവത്തിലെ 11, 20, 34 അതിവിടെയാണ് പറഞ്ഞത്. മറ്റെല്ലാ പ്രവർത്തനങ്ങളും പേജ് നമ്പർ 126 രണ്ടാമത്തെ പാരഗ്രാഫ്.
മറ്റെല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ച് എന്നിൽ സ്വ ആത്മാർപ്പണം ചെയ്യുന്നവനെ ഈ ജന്മത്തിലും ആത്മാർപ്പണം ചെയ്യുന്നവനെ ആത്മാർപ്പണം ചെയ്യുന്നവനെ ഈ ജന്മത്തിലും ഇനിയുള്ള ഞാൻ ജന്മത്തിലും വ്യക്തിപരമായി തന്നെ സംരക്ഷിക്കും. ഒരാൾ വായിക്കും. എല്ലാവരും വായിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസ് ആവും. ഒരാൾ ഇപ്പൊ ഉഷമാതാജി വായിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. ഉഷമാതാജി വായിക്കുന്ന ഒരാൾ വായിക്കും. അനിത മാതാജി വായിക്കും. ഇവിടെ കുട്ടികളെ സ്കൂളിൽ പോയി തിരക്കാം. അപ്പൊ ആരെങ്കിലും ഒരാൾ വായിക്കും. അനിത മാതാജി വായിക്കും. മറ്റെല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ച് എന്നിൽ ആത്മാർപ്പണം ചെയ്യുന്നവനെ ഈ ജന്മത്തിലും ഇനിയുള്ള ജന്മത്തിലും ഞാൻ വ്യക്തിപരമായി തന്നെ സംരക്ഷിക്കും. ഓക്കെ, അടുത്തത് സംരക്ഷിക്കും. അവിടെ വരെ വേണം. കേട്ടോ. അതിന്റെ ഷോർട്ട് ഇത്രേ ഉള്ളൂ. എനിക്ക് വേണ്ടി അർപ്പണം ചെയ്യുന്നവനെ ഞാൻ ഈ ജന്മത്തിലും എപ്പോഴും ഞാൻ സംരക്ഷിക്കുമെന്ന് പോരെ മാത്. എപ്പോഴും ഞാൻ സംരക്ഷിക്കും. അതായത് എനിക്ക് വേണ്ടി അർപ്പണം, എനിക്ക് വേണ്ടി അർപ്പണം ചെയ്യും. അതാണ് അതിന്റെ ഭഗവാന് വേണ്ടി സമർപ്പണം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അതിനൊരു വേർഡുണ്ട്, ആത്മനിവേദനം എന്ന് പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുന്നവരെ ഞാൻ എല്ലായ്പ്പോഴും സംരക്ഷിക്കും. അതായത് ഇത്രേ ഉള്ളൂ. ഭഗവാന് വേണ്ടി ജീവിക്കും. നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഭഗവാന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാൻ എന്താണ് ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും സംരക്ഷിക്കും. ഓക്കെ, അടുത്തത് ഞാൻ അങ്ങനെ എഴുതി. ഭഗവാന് വേണ്ടി ആത്മനിവേദനം എന്നാൽ എന്താണ്? ആത്മനിവേദനം സ്വയം മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ ഭഗവാനോട് സമർപ്പിക്കുന്നത്. മനസ്സ്, ശരീരം, വാക്ക് അല്ലെ ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നതിന്റെ ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. ആത്മാവ്, ശരീരം, മനസ്സ് അല്ലേ? മനസ്സും ശരീരം, ആത്മാവ്, മനസ്സിനെ പൂർണ്ണമായി ഭഗവാനെ സമർപ്പിക്കുന്നതിനാണ് ആത്മനിവേദനം എന്ന് പറയുന്നത്. ആത്മനിവേദനം. അടുത്തത് ശ്രീമദ് ഭാഗവതത്തിൽ 11:34 ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത് എന്താണ്? ഉദ്ധവനോട് പറയുന്നത് എന്താണ്? പ്രിയപ്പെട്ട ചങ്ങാതി, ഒരാളുടെ കൈവശമുള്ളത് ഏറ്റവും നല്ല വസ്തു. അതല്ലെങ്കിൽ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു എനിക്ക് തരുന്നവനെ അനശ്വരനായ നേട്ടങ്ങൾ ഉണ്ടാകും. അതാണോ? 11, 19, 21 അല്ലേ? 11 അല്ല, അത് വേറെ. അത് വേറെയാണ്. 11:41 41 ഇത് തന്നെ പ്രഭു. 11, 41. 19 അല്ലേ? അല്ല, 11:41. 11:41 പറയുന്നതാ. ഇതവരോട് പറയുന്നതാണ്. 128ാമത്തെ പേജ്. ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ഭഗവാനായി സമർപ്പിക്കണമെന്ന്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുക. ഓക്കെ. 41 ആണല്ലേ? ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പേജ് നമ്പർ 128, രണ്ടാമത്തെ പാരഗ്രാഫിലെ ഉദ്ധവരോട് പറയുന്നത് ഭഗവാൻ. അതാണ് 41 ആണ്. ശരി. 11:41 ഭാഗവതം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട വസ്തു ഭഗവാന് വേണ്ടി സമർപ്പിക്കുക. ഓക്കെ, അടുത്തത് ചെടിയെ പരിപാലിക്കുന്നതിന്റെ ഗുണം. അത് മതി. അതാണ് ഫൈനൽ. ഓക്കെ, അടുത്തത് തുളസി ചെടിയെ പരിപാലിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം? പറഞ്ഞോളൂ. പാപസഞ്ചയങ്ങളെ മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ കഴിയുന്നു. ഈ ചെടിയുടെ സ്പർശം മാത്രം മതി എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മോചനം നേടാൻ. തുളസി ചെടിയെ പ്രണമിക്കുകയും അതിന് വെള്ളം ഒഴിക്കുകയും ചെയ്യുന്നവർക്ക് യമരാജന്റെ കോടതിയിൽ പോകേണ്ടി വരില്ല. തുളസി ചെടി നടന്നവൻ തീർച്ചയായും കൃഷ്ണഭക്തനായി തീരും. തുളസി ദളം കൊണ്ട് ഭഗവാന്റെ പാതാരംഗങ്ങളെ അർച്ചിക്കുന്നവന് ഭഗവത് പ്രേമം സമ്പൂർണ്ണമാകും. കുറെ പോയിന്റ്സ് ഉണ്ട്. ഏതെങ്കിലും 4 പോയിന്റ് എഴുതാം. 4 പോയിന്റ് എഴുതിയാ പോരെ? 4, 3, 2 നമുക്ക് 2 പോയിന്റെങ്കിലും നമുക്ക് ഓർമ്മ ഉണ്ടാവുന്നു. എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മോചനം നേടി യമരാജന്റെ കോടതിയിൽ പോകാതെ നമുക്ക് ഓർമ്മ ഉണ്ടായാൽ മതി. യമരാജന്റെ കാര്യം ഓർമ്മിച്ചാൽ മതി. അവിടെ പോയില്ലാന്ന് വിചാരിച്ചാൽ മതി.
യമരാജന്റെ രണ്ട്. യമരാജന്റെ സന്തോഷം കോടതിയിൽ ചിന്തിച്ചാൽ മതി. ഷോർട്ടായിട്ട് ഭഗവാന്റെ പറയാം. ഭക്തനായി തീരും. തുളസിക്ക് വെള്ളം ഒഴിക്കുക, തുളസിയെ തൊട്ട് വന്ദിക്കുക, തുളസിയുടെ നാമം ചെല്ലുക, തുളസി നാമം ഹരകൃഷ്ണ മഹാമതം എഴുതി തുളസിയെ പ്രദക്ഷിണം വയ്ക്കുക. ഇങ്ങനെ 3-4 കൂട്ടം നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് 4 ഹരേ പോയിന്റ്. കൃഷ്ണ. രാജേശ്വരി മാതാജി ഒന്നുകൂടി പറയൂ. വെള്ളം ഒഴിക്കുക, തുളസിയെ തൊട്ട് വന്ദിക്കുക, തുളസിയുടെ നാമം ചെല്ലുക, തുളസിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക. അല്ലെ പ്രഭു? നമ്മൾ ചെയ്യുന്ന കാര്യം ഓർമ്മിച്ചാ മതി. അതെ, നമ്മൾ ചെയ്യുന്ന അല്ല, കാര്യം അതിന്റെ ചെയ്യുന്ന ഫലമല്ലേ ചോദിച്ചത്? അപ്പൊ അതുകൊണ്ട് യമന്റെ അടുത്തേക്ക് എത്തില്ല. രാജലക്ഷ്മി മാതാജി ഒന്നുകൂടി പറയൂ. ഞാൻ പറഞ്ഞത് ഞാൻ എഴുതിയത് കഷ്ടപ്പാടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മോചനം നേടി യമരാജന്റെ കോടതിയിൽ പോകാതെ ഭഗവാന്റെ ഭക്തനായി തീരും. അത് ശരിക്കും അതിന്റെ ഗുണം ചോദിക്കുമ്പോൾ നമ്മൾ ഇത് എഴുതാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് യമരാജന്റെ ലോകത്ത് പോണ്ട, പിന്നെ നമ്മളെ പാപങ്ങളല്ലാതെ ഒഴിഞ്ഞു പോകും. കഷ്ടപ്പാടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മോചനം നേടി ഭഗവാന്റെ പ്രേമം സമ്പൂർണ്ണമാകും. ഭഗവാന്റെ ഭക്തരായി തീരും. അതായത് ഗുണം എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഒന്ന് യമരാജന്റെ ലോകത്ത് പോണ്ട, പിന്നെ നമുക്ക് പാപങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും. മൂന്നാമത്തെ പ്രേമം ലഭിക്കും. ഞാൻ അങ്ങനെയാണ് എഴുതിയത്. അതാണ് കറക്റ്റ്. 3 പോയിന്റ്. പാദഭക്തി കിട്ടും, യമന്റെ അടുത്ത് പോണ്ട, പാപങ്ങളെല്ലാം തീരും, കൃഷ്ണഭക്തി വർദ്ധിക്കും, ഭക്തന്മാരായി തീരും. ഹരേ കൃഷ്ണ. അതന്നെ, ഭക്തന്മാരായി തീരും. അല്ലെങ്കിൽ ഭഗവാന്റെ പ്രേമഭക്തി ലഭിക്കും. പിന്നെ രണ്ടാമത്തേത് യമരാജന്റെ കോടതി കയറേണ്ടി വരില്ല. മൂന്നാമത്തേത് നമ്മുടെ പാപങ്ങളെല്ലാം തീരും. ഇതാണ് തുളസിയുടെ പരിപാലിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ. ഹരേ കൃഷ്ണ പ്രഭുജി. തുളസി അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കത്തില്ലേ? ഓക്സിജൻ കൂടുതൽ വിടുന്ന അങ്ങനെ വായിക്കുന്നു. അങ്ങനെയൊക്കെ എഴുതാം. പക്ഷെ അത് തന്നെയല്ലോ കഷ്ടപ്പാടുകളും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുമെന്ന് പറയുന്നത്. അതൊക്കെ ശരിയാണ് മാതാജി, അതൊക്കെ ശരിയാണ്. നമുക്ക് അത് ഇതിൽ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ അതിന്റെ ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് ബാധിക്കുന്ന ഗുണങ്ങൾ എഴുതാം, നേരിട്ട് ബാധിക്കും. അപ്പൊ ഈ 3 പോയിന്റാണ് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് വരുന്നത്. അത് തെറ്റുന്നല്ല. അല്ലെങ്കിൽ ഒന്നുകൂടെ പറയോ പ്ലീസ്? അതൊന്നുകൂടെ. അതായത് യമന്റെ കോടതിയിൽ കയറേണ്ടി വരില്ല. 2, നമ്മുടെ പാപകർമ്മങ്ങൾ മുഴുവൻ നശിപ്പിക്കും. പിന്നെ മൂന്നാമത്തേത് കൃഷ്ണപ്രേമം ലഭിക്കും. 4 മതി. പാപസഞ്ചയങ്ങൾ നശിച്ച് യമരാജന്റെ കോടതിയിൽ പോകാതെ കൃഷ്ണഭക്തിയായി തീരും. കൃഷ്ണഭക്തനായി തീരും. കൃഷ്ണഭക്തിയായി തീരും. എന്നാലും മതി അല്ലെ? അങ്ങനെ എഴുതിയാലും മതി. 3 പോയിന്റ് എഴുതി യമന്റെ കോടതിയിൽ പോകേണ്ടി വരില്ല, 3 പോയിന്റ് മതി, എല്ലാം തീരും, കൃഷ്ണഭക്തി വർദ്ധിക്കും. അനിതാ മാതാജി. ഹരേ കൃഷ്ണ. ഞാൻ പാപസഞ്ചയങ്ങൾ നശിച്ച് എഴുതിയാലും മതി കേട്ടോ. അത് എഴുതിയിട്ടുണ്ട്, ഒരു പോയിന്റ് കൂടി എഴുതിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. ഇപ്പം ഷോർട്ടായിട്ട് എഴുതാം. അപ്പൊ നമുക്ക് ഓർമ്മ നിൽക്കും, പിന്നെ എഴുതാൻ എളുപ്പം. പിന്നെ അടുത്തത് 12 മതിയല്ലേ? അടുത്ത 12ാമത്തെ ആത്മീയ ഗ്രന്ഥങ്ങൾ എന്നാൽ എന്ത്? ആത്മീയ ഗ്രന്ഥങ്ങൾ എന്നാൽ എന്ത്? ഭക്തിയുത സേവനത്തിന്റെ പുരോഗതിക്ക് സഹായിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ആത്മീയ ഗ്രന്ഥങ്ങൾ. ഭക്തിയുത സേവനത്തിന്റെ പുരോഗതിക്ക് സഹായിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ആത്മീയ ഗ്രന്ഥങ്ങൾ. ആദ്യത്തെ പേജില് ആദ്യത്തെ വരി. അപ്പൊ ഇത്ര സിമ്പിളാ. നമ്മൾ അങ്ങനെ ആലോചിക്കണം. എപ്പോഴും നമ്മളൊരു ബുക്ക് വായിക്കുമ്പോ അത് ഭക്തിയിലേക്ക് കൊണ്ടുപോകണില്ലെങ്കിൽ അത് ബുക്ക് വായിക്കരുത്. നമ്മൾ ചുരുക്കി പറഞ്ഞു, നമ്മളെ ടൈം വേസ്റ്റ് ആണ്. ഭക്തിയുത സേവനത്തിന്റെ പുരോഗതിക്ക് സഹായിക്കുന്ന ഗ്രന്ഥങ്ങളെയാണ് ആത്മീയ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് ആത്മീയ ഗ്രന്ഥങ്ങൾ ഏതല്ല? രാമായണം, ഭാരതം, പുരാണങ്ങൾ, ഉപനിഷത്തുക്കൾ. അത് ഉദാഹരണങ്ങൾ ഏതാ? രാമായണം, മഹാഭാരതം, പുരാണങ്ങൾ, വേദങ്ങൾ തൊട്ട് ഏതാ? വേദങ്ങൾ
അല്ല ഞാൻ പറയട്ടെ ഒരു സെക്കൻഡ്. വേദങ്ങൾ അത് നമ്മൾ എഴുതുമ്പോൾ അതിന്റെ ഒരു ഓർഡർ എന്ന് പറഞ്ഞത് രാമായണം, മഹാഭാരതം, പുരാണങ്ങൾ, വിശുദ്ധ വേദങ്ങൾ തുടങ്ങിയ അവയുടെ അടിസ്ഥാനമാക്കി രചിച്ചിട്ടുള്ളതാണ് ആത്മീയ ഗ്രന്ഥങ്ങൾ എന്ന് ശ്രീ മധ്വാചാര്യർ പറയുന്നു. എഴുതുമ്പോൾ ആദ്യം വേദങ്ങൾ, ഉപവേദങ്ങൾ, പിന്നെ ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ഇതിഹാസ ഒരു ഓർഡർ വരുന്നു. ഇതിഹാസങ്ങൾ, വേദങ്ങൾ, ഉപവേദങ്ങൾ, ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ഇതിഹാസങ്ങൾ. ഇതാണ് അതിന്റെ ട്രാക്ക് വരുന്നത്. പിന്നെയും കുറെ കാര്യങ്ങളുണ്ട്. മിനിമം നമ്മളെ ആത്മീയ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞത് ഇതാണ്. ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. വേദങ്ങൾ, അറ്റ്ലീസ്റ്റ് നമുക്ക് പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ഇതിഹാസങ്ങൾ. വേദങ്ങൾ, ഉപവേദങ്ങൾ, ഒന്നുകൂടെ ഞാൻ പറയാം. വേദങ്ങൾ, പുരാണങ്ങൾ, പിന്നെ ഉപനിഷത്തുക്കൾ, പിന്നെ പറഞ്ഞത് ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ഇതിഹാസങ്ങൾ. ഇതിഹാസത്തിൽ വരുന്നതാണ് രാമായണം, മഹാഭാരത്. ബ്രാക്കറ്റിൽ ഏതാ? രാമായണം, മഹാഭാരത്. അത് ഇതിഹാസത്തിൽ വരണം. ഓക്കെ, അടുത്ത ചോദ്യം. നിരാവാസത്തെ കുറിച്ച് വരാഹപുരാണത്തിൽ പറയുന്നത് എന്താണ്? അത് പേജിന് 132 ആദ്യത്തെ പാരഗ്രാഫ്. മധുരൈ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ ആകൃഷ്ടരാകുന്നവര് മായയുടെ ശക്തിയിൽ ആകൃഷ്ടരാകുന്നു. അതായത് മായയുടെ ശക്തി, മധുരയിൽ കയറുമ്പോൾ മായയുടെ ശക്തിയിൽ അകപ്പെടുന്നില്ല, മായയിൽ ആകൃഷ്ടരാകുന്നില്ല. പക്ഷെ ഇതിലെന്താ ആകൃഷ്ടരാകുന്ന ഏതിങ്ങനെ? അതും തെറ്റുള്ള വരി. അങ്ങനെയല്ല, തെറ്റല്ല. മധുര ഒഴികെയുള്ള പ്രദേശങ്ങൾ, അങ്ങനെ ഒരു മധുര ഒഴികെയുള്ള പ്രദേശങ്ങളിൽ. അപ്പൊ മധുരയിൽ ആകർഷകരായവർ മായയിൽ ആകർഷകരാവില്ല, ആകുന്നില്ല. മധുരയിൽ ചെല്ലുന്നവര് മായയിൽ ആകർഷകപ്പെടുന്നില്ല. പിന്നെ അടുത്തത് എന്താണ്? 3 ലോകങ്ങളിലും തീർത്ഥാടനം നടത്തിയാൽ ലഭിക്കുന്ന പുണ്യം. മധുര അത് ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. 3 ലോകങ്ങളിൽ നടത്തുന്നതിന് പുണ്യം ലഭിക്കും. 3 ലോകങ്ങളിൽ തീർത്ഥാടനം നടത്തിയാലുള്ള പുണ്യം മധുരവാസം കൊണ്ട് ലഭിക്കും. മധുരവാസം കൊണ്ട് ലഭിക്കുന്നു. പുണ്യഭൂമിയുടെ സ്പർശനം. മായയുടെ ആകർഷണത്തിൽ അകപ്പെടാതെ 3 ലോകങ്ങളിലും തീർത്ഥാടനം നടത്തിയാൽ കിട്ടുന്ന പുണ്യം മധുരയിൽ നിന്ന് കിട്ടുന്നു. അതായത് ഒന്നെന്ന് പറഞ്ഞത് മായയിൽ അകപ്പെടൂല. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ലോകങ്ങളിൽ സന്ദർശിച്ചാൽ കിട്ടുന്ന പുണ്യം നമുക്ക് ലഭിക്കും. അടുത്തത് 3 ലോകങ്ങളിൽ തീർത്ഥാടനം നടത്തിയാൽ കിട്ടുന്ന പുണ്യം. ഭക്തന്മാരെ സേവിക്കുന്നതിനെ കുറിച്ച് ശിവൻ പാർവതിയോട് പറയുന്നത് എന്ത്? അതായത് എന്താ പറയണത്? പരമപുരുഷനെ ആരാധിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഭഗവാന്റെ ഭക്തരെ പൂജിക്കുക എന്ന് എഴുതിയാ പോരെ? അതന്നെ. അതായത് രണ്ടും എഴുതാം. പരമപുരുഷനെ ആരാധിക്കാനാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ അതിന് ശ്രേഷ്ഠമാണ് അദ്ദേഹത്തിന്റെ ഭക്തന്മാരെ പൂജിക്കുക. അത് ഭഗവാന്റെ ഭക്തരെ പൂജിക്കുക. ഭഗവാനേക്കാളും അല്ല, ഭഗവാന്റെ ഭക്തരെ പൂജിക്കാന്ന് എഴുതുമ്പോൾ അതിനെ കുറച്ചൊന്ന് നമ്മൾ 2 എഴുതണം. ഭഗവാൻ ആരാധിക്കുന്നതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠം. എന്നാൽ അതിന് ശ്രേഷ്ഠമാണ് അദ്ദേഹത്തെ ഭക്തരെ പൂജിക്കുക. അപ്പൊ 2ഉം വേണം അതില്. എന്നാലേ നമുക്ക് ഭക്തരെ പൂജിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല. അതന്നെ, ഭഗവാനെ ആരാധിക്കുകയും ഭഗവാനെ ആരാധിക്കുന്നതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം. അത് ഫിനിഷ്. രണ്ടാമത്തെ പോയിന്റിൽ ഏതാ? അതിനു ശ്രേഷ്ഠമാണ് അദ്ദേഹത്തിന്റെ ഭക്തന്മാരെ പൂജിക്കുക. അതാണ് ശ്രേഷ്ഠം. അതാണ് പത്മപുരാണത്തില് ശിവ പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്നത്. മൂന്നാമത്തെ ആരാധിക്കുക, പൂജിക്കുക. ഭഗവാനെ ആരാധിക്കുകയും അതിന് ഭഗവാന്റെ ഭക്തരെ പൂജിക്കുകയും ചെയ്യുക. അല്ല,
അങ്ങനത്തെ എഴുതണം അല്ലേ? അതിലെ ശ്രേഷ്ഠം ഭഗവാന്റെ ഭക്തരെ പൂജിക്കുക. ഭഗവാനെ അതിന് ശ്രേഷ്ഠമാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രേഷ്ഠം എന്നുള്ള വാക്ക് ഭക്തരെ വേണം. ആരാധിക്കുകയാണ് അതിന് അതിന് ശ്രേഷ്ഠം എന്നുള്ള വാക്ക് വേണം. അതന്നെ ശ്രേഷ്ഠമുള്ള വാക്ക് വേണം. ഭഗവാനെ ആരാധിക്കുകയും അതിൽ ശ്രേഷ്ഠമാണ് ഭക്തരെ പൂജിക്കുന്നത്. രണ്ട് എഴുതാ. അത് മാറിപ്പോവും മാതാജി പറഞ്ഞ അനുസരിച്ച്. ഭഗവാനെ ആരാധിക്കുന്നതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠം. അതിനേലും വലിയ ശ്രേഷ്ഠ കർമ്മമാണ് ഭക്തന്മാരെ ആരാധിക്കുന്നത്. ഭഗവാനെ ആരാധിക്കുന്നതാണ് ശ്രേഷ്ഠം. അതിൽ ശ്രേഷ്ഠമാണ് ഭഗവാന്റെ ഭക്തരെ പൂജിക്കുന്നത്, ആരാധിക്കുന്നത്, പൂജിക്കുന്നു ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ. പൂജ എന്ന് പറയുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന പൂജ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ അത് ആ ഒരു ലെവലില്ലാണ്ടിരിക്കുന്ന ആരാധിക്കുന്നുള്ള വീട് തന്നെ എഴുതാം. അതിൽ പൂജനീയം ആരാധന ഒന്നുണ്ടെങ്കിലും നമ്മ പഠിച്ചിട്ടുള്ള പൂജ എന്ന് പറഞ്ഞത് സാധാരണ അമ്പലത്തിൽ പൂജ എന്നാണ്. അപ്പൊ ആരാധന തന്നെ നമ്മള് അപ്പൊ ആ ഒരു ഇത് മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വീണ്ടും ആരാധിക്കുക. അടുത്തത് ശ്രീമദ് ഭാഗവതം 3:7-19 ഭഗവാൻ പ്രസ്താവിച്ചിരിക്കുന്നത് എന്താണ്? ഞാൻ ഭക്തന്മാരുടെ ദാസനായി തീരട്ടെ. കൽപ്പറ്റ ഭഗവത് പാദസേവനം സാധിക്കാമല്ലോ. കഷ്ടം നിറഞ്ഞ ഭൗതിക അവസ്ഥയെ കുറവ് വരുത്താൻ അത് സഹായിക്കും. ഒപ്പം ഭഗവാന്റെ ഭക്തി നിരവധി പ്രേമം വളർത്താനും ശക്തമാണ്. സത്യമാണ്. ഒന്നെന്ന് പറഞ്ഞത് ഞാൻ ഭക്തന്മാരുടെ ദാസനായി തീരട്ടെ, ഒന്നാമത്തെ പോയിന്റ്. അതാണ് മെയിൻ പോയിന്റ്. അപ്പോൾ അതിലൂടെ ഭഗവത് പാദസേവനം ലഭിക്കും. അപ്പൊ നേരിട്ടല്ല ഭഗവത് പാദസേവനം ലഭിക്കുന്നത്, ഭക്തരിലൂടെയാണ് ഭഗവത് സേവനം നമുക്ക് ലഭിക്കുക. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ ഭക്തന്റെ ദാസനാവട്ടെ എന്ന് പറഞ്ഞു. ഒന്ന്, അതിലൂടെ എനിക്ക് ഭഗവത് സേവനം സാധ്യമാകും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഭക്തരിൽ കൂടി അല്ല നേരിട്ടല്ല നമുക്ക് ഭഗവത് സേവനം ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് ഭക്തരിൽ കൂടിയാണ്, അതായത് ഗുരുവിനിൽ കൂടിയാണ്, ഒരു ആചാര്യന്മാരിൽ കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് കഷ്ടം നിറഞ്ഞ ഭൗതികാവസ്ഥയ്ക്ക് കുറവ് വരുത്താൻ അത് സഹായിക്കും. അതില്ലെങ്കിലും ഈ 2 പോയിന്റ് എഴുതാം. ഇത് ഞാൻ ഭക്തന്മാരുടെ ദാസനായി തീരട്ടെ, അതിലൂടെ കലർപ്പറ്റ ഭഗവത് സേവനം സാധിക്കാമല്ലോ. സാധിക്കും. കലർപ്പറ്റ ഭഗവത് സേവനം സാധിക്കും. നാലാമത്തെ ചോദ്യം ഭാഗവതം 3:7-19 ഭഗവാൻ പ്രസ്താവിച്ചത് എന്താണ്? അഞ്ചാമത്തെ ചോദ്യം. ഇനിയിപ്പോ 4 എഴുതി. ഞാൻ 5-ാമത്തെ ചോദ്യം ശ്രീമദ് ഭാഗവതം 1:9-33 ആദിപുരാണത്തിന്റെ പറഞ്ഞില്ലേ? ഇല്ല, അത് 6-ാമത്തെ. 5-ാമത്തെ ചോദ്യമാണ് ഭാഗവതം 1:9-33. അത് പേജ് നമ്പർ 133 2-ാമത്തെ പാരഗ്രാഫില് എന്റെ ഭക്തന്റെ ഭക്തനാണെന്ന് അവകാശപ്പെടുന്നതാണ് യഥാർത്ഥ ഭക്തൻ. ദാസന്റെ ദാസൻ. അതിനു മുന്നേ ഒരു വരിയുണ്ട് കേട്ടോ, പാർത്ത എന്റെ ഭക്തനാണെന്ന് അവകാശപ്പെടും, ഭക്തനല്ല. അങ്ങനെ എഴുതേണ്ടത്. എന്റെ ഭക്തനാണെന്ന് പറയുന്നവർ അല്ല എന്റെ ഭക്തന്റെ ഭക്തനാണെന്ന് പറയുന്നവരാണ് യഥാർത്ഥ ഭക്തൻ. അപ്പൊ 2 വരി എഴുതണം അല്ലേ? 2 വരി എഴുതണം. അതായത് അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു ഭക്തരനല്ല ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിനയഭാവം അതാണ് ഏറ്റവും ഉയർന്നതെന്ന് പറയാണ്. പ്രഭുജി അതാണോ അതോ വേറെ അറിയണ്ടല്ലോ? ഭഗവാനെ ദർശിക്കുന്ന ഭക്തനെ ദർശിക്കുന്നുവോ, അവരുടെ പാദം സ്പർശിക്കുന്നുവോ, ഇരിപ്പിടം കൊടുക്കുന്നുവോ, അതല്ലേ എഴുതേണ്ടത്? അതാണ് 5-ന്റെ ഉത്തരം. അതാണ് 5-ന്റെ ഉത്തരം. അതാണ് ഭക്തനെ അവകാശപ്പെടുന്ന ഭക്തന്റെ ഭക്തനെ ദർശിക്കുകയും അദ്ദേഹത്തിന്റെ പാദം സ്പർശിക്കുകയും കൊടുക്കുകയും സർവ്വഭാവങ്ങളിൽ മുക്തനാകും. ശരിയാ മാതാജി. ഇപ്പൊ മാതാജി പറഞ്ഞത് ശരി. മറ്റേത് 6-ാമത്തെ ചോദ്യത്തിൽ വരുന്നുണ്ട്. 6-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഭഗവാന്റെ ഭക്തനല്ല എന്ന് പറയുന്നത് ആദിപുരാണത്തിൽ പറയുന്നത്.
ആദിപുരാണ്. ആറാമത്തെ ചോദ്യം അതാ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞതാണ് ആൻസർ അതെ അല്ലേ? അതെ അതെ മാതാജി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അതാ, പറഞ്ഞത്. ഞാനും അതാ നോക്കിയത്. ഞാനും ശരിയാ, അതാ എഴുതിയത്. ദർശിക്കുകയോ മാതാജി പാദം പറഞ്ഞത് സ്പർശിക്കുകയോ അത് ആറാമത്തെ പറയണാണ്. ഇരിപ്പിടം കൊടുക്കുകയോ ചെയ്താൽ സർവ്വപാപങ്ങളിൽ നിന്ന് മുക്തനാകും. ഇതാണ് അതെ 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 അതെ. ഭാഗവതം 1:9-33 പറഞ്ഞിരിക്കുന്നത്. ഭഗവത് ഭക്തനെ ദർശിക്കുകയോ അദ്ദേഹത്തിന് പാദം സ്പർശിക്കുകയോ അദ്ദേഹത്തിന്റെ ഇരിപ്പിടം കൊടുക്കുകയോ ചെയ്താൽ സർവ്വ പാപങ്ങളിലും മുക്തനാകും. ഇതാണ് ഭാഗവതം 1:9-33 പറഞ്ഞിട്ടുള്ളത്. ആദിപുര ആറാമത്തെ ചോദ്യമാണ് ഞാൻ പറഞ്ഞത് അല്ലേ? അല്ല അതെ അതെ ആറാമത്തെ ചോദ്യമാണ് ആറാമത്തെ ചോദ്യമാണ്. ഭക്തന്റെ ഭക്തൻ തെറ്റിപ്പോയി. ഓക്കെ, സോറി. ഭക്തനാണെന്ന് അവകാശപ്പെടുന്നതിന് ഭക്തനല്ല, ഭക്തന്റെ ദാസനെന്ന് അവകാശപ്പെടുന്നതിനാണ് യഥാർത്ഥ ഭക്തൻ. യഥാർത്ഥ ഭക്തൻ. ആറാമത്തെ ഇതില്ല രണ്ടും. അല്ലെ, അഞ്ചിന്റെ ഉത്തരം 2 വരിയായിട്ട് പറയൂ. ഭഗവത് ഭക്തനെ ദർശിക്കുകയോ പാദം സ്പർശിക്കുകയോ. അതായത് അതിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാദം സ്പർശിക്കുകയോ അദ്ദേഹത്തെ ദർശിക്കുകയോ അദ്ദേഹത്തിന് ഇരിപ്പിടം കൊടുക്കുകയോ ചെയ്ത സർവ്വ പാപങ്ങളിൽ നിന്നും മുക്തനാകും. ദർശിക്കുക, അങ്ങനത്തെ വ്യക്തികളെ ദർശിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കളയരുത്. പാദം സ്പർശിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പാദം സ്പർശിക്കരുത്. ശരിക്കും പറയുന്നത് നമ്മള് പാദം അവര് സ്പർശിപ്പിക്കാൻ തരില്ല. അതറിയാ കഥ? പാദം തൊടാൻ തരില്ല. അവര് ഒഴിഞ്ഞു മാറും. അവരുടെ പുണ്യങ്ങളെല്ലാം മാറും. അതാണ് അവരുടെ പുണ്യങ്ങളൊന്നല്ല, അവര് അത്രയും മാറുന്നത് വേറൊരു സത്യം. അവരുടെ വിനയമാണ് അതിനകത്ത് വരുന്നത്. വിനയമുള്ളവരവര്. അങ്ങനെയല്ല, നമ്മളെ അതുപോലെ കണക്കാക്കുന്നു. ആ വ്യക്തിയുടെ പാപം എനിക്ക് മുഴുവൻ അവരൊരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. അയ്യോ, നമ്മൾ ചിന്തിക്കും ചിലപ്പോ അവന്റെ പാവം എനിക്ക് കിട്ടുമല്ലോ, അത് കാരണം കൊണ്ട് അവൻ എന്റെ കാലിൽ പിടിക്കല്ലേ എന്ന് വിചാരിക്കും അല്ലേ? അങ്ങനെയല്ല ചിന്തിക്കണം. അവര് ആ വിനയഭാവമാണ്. അതാണ് അത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ രണ്ടായിട്ട് കാണണം. ഓക്കെ, അവരുടെ വിനയഭാവം കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്, ചെയ്യാത്തത്. പിന്നെ അവര് കാല് മാറ്റണ എന്തിനാ? അവരെ വിനയം കൊണ്ട്. അവരുടെ വിനയഭാവം, കാരണം അവർ ഒന്നാണെന്ന് അവർ തന്നെ സങ്കല്പിക്കുന്നു. അത് അവര് ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചില്ലേ, ഭക്തനല്ല ഭക്തൻ. ഇപ്പൊ തന്നെ നമ്മൾ വായിച്ച പോയിന്റ് അല്ലേ അത്? ഭക്തന് അതന്നെ പോയിന്റ്. ഭക്തനല്ല ഭക്തന്റെ ഭക്തൻ. അപ്പൊ അതേ ഇല്ലായിരിക്കും. കാരണം അവരെ ചിന്താഗതി ഞാനാണ് കാല് പിടിക്കേണ്ടത്, നിങ്ങളല്ല. അങ്ങനെ ആയിരിക്കും ഒരു ഭക്തന്റെ അവസ്ഥ വരെപ്പോഴും. പിന്നെ വേറൊരു സത്യമാണ്, നമ്മൾ ചെറിയ കുട്ടികൾ നമ്മളെ കാല് പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ വലിയ വ്യക്തികളെ കാല് തൊട്ട് നിറയിക്കുമ്പോൾ എന്തുള്ള മീനിങ് എന്താണെന്ന് അറിയാം? ഇത് തന്നെയാണ്. നമ്മളെ ചെറിയ കുട്ടികൾക്ക് അവർക്ക് അത്രയും സ്നേഹമായിരിക്കുമല്ലോ അവരോട്. അപ്പൊ അവരെ പാപകർമ്മങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അവരെ മുഴുവൻ. അതാണ് അതിന്റെ തത്വം. അവരെ പരിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം തന്നെ കൊടുക്കണം. അപ്പൊ ആ സ്നേഹത്തിന്റെ ഒരു കൈമാറ്റമാണ് അവിടെ നടക്കുന്നത്. എല്ലാതും ഭഗവാൻ നമ്മളെല്ലാ പാപങ്ങളും ഏറ്റെടുക്കുന്നത് പോലെ തന്നെ. മനസ്സിലായി? ഭഗവാന്റെ കാലുകൾ നമ്മൾ തൊട്ട് നിറയിക്കും അല്ലെ? ഭഗവാന്റെ പാദങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്യണം? ഭഗവാൻ അത്ര സ്നേഹമുള്ള മാർഗമുള്ളത് കൊണ്ട് നമ്മുടെ പാപകർമ്മങ്ങൾ ഭഗവാൻ ഏറ്റെടുക്കുന്നു. ഏറ്റെടുക്കണം അല്ലെ? നമ്മൾ തൊടുമ്പോ നമ്മളെ കാല് തൊട്ട് എടുത്തു കഴിഞ്ഞാല് അവരോട് അത്ര സ്നേഹമുള്ളത് കൊണ്ട് എല്ലാ ചെയ്ത പാപകർമ്മങ്ങളും നമ്മൾ ഏറ്റെടുക്കും. ഭഗവാൻ ചെയ്യുന്ന നമ്മളിപ്പോ ആചാര്യന്മാരെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവരും നമ്മളെ നമസ്കരിക്കും. തുല്യതായിട്ട്. അത് വിനയഭാവം. വിനയഭാവം. ഇത് ആക്ച്വലായിട്ട് ഭഗവാൻ നമ്മളേക്ക് എല്ലാ പാപകർമ്മങ്ങളും ഏറ്റെടുക്കുന്നത് പോലെ എന്താ ചെയ്യുന്നത്? നമ്മള് മുതിർന്നവരെ അവര് ഏറ്റെടുക്കണം. അയ സ്നേഹഭാവം അവിടെ കാണുന്നത്. ഓക്കെ, അടുത്തത്. അവര് സദാ ജപിച്ചോണ്ടല്ലേ നടക്കണേ. അപ്പൊ അവർക്കറിയാം അവരുടെ പാപല്ലേ, ആര് തൊട്ടാലും അവരുടെ പാപൊക്കെ തീരുന്നു. അവർക്ക് അത് വിഷമില്ല. പക്ഷെ അതൊരു വിനയഭാവമാണ്. അവര് ചില പ്രഭുമാരൊക്കെ 64 മാല ഒരു ദിവസം കേട്ടു. 24 മാല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഗൗഡിയ
ഗൗഡിയ പരമ്പരയില് 64 മാല തന്നെയാണ് നിയമം. 64 മാല തന്നെയാണ് നിയമം, 16 മാലയല്ല. അത് പ്രഭാത സ്വാമിയുടെ കാരുണ്യം കൊണ്ടാണ് അത് എന്ത് ചെയ്ത് 16 മാലെങ്കിലും 16 അത്രയെങ്കിലും ജപിക്കാൻ എന്നാണ് പറയുന്നത്. അത്രയെങ്കിലും ചെയ്യണം. 64 മാലയാണ് ഇപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, ഇസ്കോൺ അല്ലാതെ ഗൗഡിയ സംഘടനകളും മഠങ്ങളും നമുക്കറിയാം. കൽക്കട്ട ഏരിയയിൽ അത് പല സ്ഥലത്തുണ്ട്. അപ്പൊ കാരണം പരമ്പരയിൽ നിന്ന് ഒരു പരമ്പര, അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള പരമ്പര എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മ മത്വ ഗൗഡിയ സംഘടന. അതിൽ നിന്ന് പല ശാഖകളായിട്ട് പോകുന്നുണ്ട്. അതിലൊരു ശാഖയാണ് ശരിക്കും പറഞ്ഞത് നമ്മൾ പ്രഭാസ്വാമി ഇസ്കോൺ എന്ന് പറഞ്ഞത്. നമ്മൾ അത് പരമ്പര അത് കണക്ട് ഉണ്ടെങ്കിൽ ഒരു ശാഖ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോൾ 16 മാല, പക്ഷെ ചില സ്ഥലത്ത് ഇപ്പോഴും 64 മാലകളായിട്ട് വെച്ചാണ് പോകുന്നത്. അതായത് നമ്മളിപ്പോ മായപ്പൂര് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇസ്കോൺ അല്ലാണ്ട് തന്നെ പ്രഭാത സ്വാമി ഇതല്ലാണ്ട് തന്നെ പല മഠങ്ങളും പല സംഘടനകളും കാണാം. എല്ലാതും ചൈതന്യ മഹാപ്രഭുവിനെ തന്നെയാണ് ബേസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഹരേഷ്. അപ്പൊ പ്രഭാത സ്വാമിയുടെ കാരുണ്യാണ് അതിന് ജഗദ്ഗുരു എന്ന് പറയാൻ കാരണം. ഓക്കെ, അടുത്തത് മാസത്തിലെ ഭക്തി സേവനം വിശദമാക്കുക. ഇതിന്റെ കാർത്തിക മാസത്തിലെ ഭക്തി വിശേഷത. ദാമോദര ലീല. ദാമോദര ലീലയാണ് പറയുന്നത്. വൃന്ദാവനത്തിൽ കാർത്തിക മാസത്തിൽ ദാമോദര രൂപത്തിൽ ആരാധിക്കുന്നു. ദാമോദര ലീല കാർത്തിക മാസത്തിൽ ഭഗവാൻ ദാമോദര രൂപത്തിലാണ് ആരാധിക്കുക, സ്തുതിക്കുക. അതായത് ചുരുക്കം ഇത്രേ ഉള്ളൂ. ഭഗവാനെ ആ മാസത്തിൽ ദാമോദര രൂപത്തിലാണ് ആരാധിക്കുക. ദാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കയറ്, യശോദമ്മ കയറുകൊണ്ട് ഉദരത്തിൽ കെട്ടിയതുകൊണ്ട്. അതന്നെ, അതായത് യശോദമ്മ കയറുകൊണ്ട് ഉരുളി കെട്ടിയതിനെയാണ് ദാമോദര സങ്കല്പം എന്ന് പറയുന്നത്. അത് എഴുതണോ പ്രഭുജി? അത് എഴുതിയിലും കുഴപ്പമില്ല. ദാമോദര രൂപത്തിൽ ആരാധിക്കുന്നത്. മതി. ദാമോദര രൂപത്തിൽ ആരാധിക്കണം. അപ്പൊ ദാമം എന്ന് പറയുമ്പോ കുറച്ചാൾ കഴിയുമ്പോ ദാമം എന്താണ് അത് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എഴുതിക്കും. വേറെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് അതിന്റെ? ഉണ്ടായിരുന്നു. അത് ദാമം എന്നാൽ എന്താണ്? ദാമം എന്നാൽ എന്ത്? അല്ല, ദാമോദരൻ എന്ന് പറഞ്ഞ പേര് വരാനുള്ള കാരണം, ദാമോദരന്റെ പേര് വരാനുള്ള കാരണം ചോദ്യം ഉണ്ടായിരുന്നു. അത് വേറൊരു ഇതിലാണ് 10ലോ 9ലോ പരീക്ഷയില് കഴിഞ്ഞ പരീക്ഷയിലുണ്ട്. അപ്പൊ ഇത് ഓർമ്മിച്ചാ മതി. കാര്യം മനസ്സിലായില്ലേ? അടുത്തത് വായിച്ചോളൂ. വൈദിക ജ്ഞാനത്തിന്റെ കൽപ്പവൃക്ഷം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയപ്പെടുന്നത്? കൽപ്പവൃക്ഷം വേദമാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ പക്വമായ ഫലങ്ങൾ. വേദവൃക്ഷത്തിന്റെ പക്വഫലമാണ് ഭാഗവതം. അതന്നെ, വേദവൃക്ഷത്തിന്റെ പക്വഫലമാണ് ശ്രീമദ് ഭാഗവതം. വൈദ്യജ്ഞാനത്തിന്റെ കൽപ്പവൃക്ഷം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയപ്പെടുന്നത്? എന്താണ്? ശ്രീ സുഖദേവ ഗോസ്വാമിയുടെ മുഖത്തിൽ നിന്ന് കേട്ടത് കൊണ്ട് പക്വഫലമാണ് ഭാഗവതം. അതായത് ഒന്നാമത്തെ ആൻസർ ഭാഗവതം, ഫിനിഷ്. രണ്ടാമത്തേത് സുഖദേവ ഗോസ്വാമിയുടെ അതരങ്ങളിൽ നിന്ന് വന്നത് കൊണ്ട്, സുഖം എന്ന് പറഞ്ഞ തത്ത. അപ്പൊ അതരങ്ങളിൽ നിന്ന് വന്നത് കൊണ്ട് അത് രണ്ടാമത്തെ ചോദ്യത്തിൽ വരുന്നുണ്ട്. ഞാൻ കൽപ്പവൃക്ഷങ്ങൾ എന്താണ്? അപ്പൊ പരിപക്വ ഫലം. അത് മാത്രം എഴുതിയാൽ മതി. മറ്റേത് ക്വസ്റ്റ്യൻ ആൻസർ സെക്കൻഡിൽ ലാസ്റ്റ് തൊട്ടത് വരുന്നുണ്ട്. 9ാമത്തെ ചോദ്യത്തിൽ അത് തന്നെയാണ് വരുന്നത്. അപ്പൊ ആദ്യത്തെ കൽപ്പവൃക്ഷം എന്താണ്? അത് ജ്ഞാനത്തിന്റെ കൽപ്പം എന്ന് പറഞ്ഞത് പക്വമായ ബലം. പക്വമായ ബലമാണ്. അതുകൊണ്ടാണ് പക്വമായ ബലമാണ് ഭാഗവതം. അത് ഒറ്റ വരി മതിയോ? ഒരൊറ്റ വരി മതി. ഓക്കെ. ഭാഗവതം കൂടുതൽ ആസ്വാദ്യമായി തോന്നാൻ കാരണമാണ്. അതാണ് ഉത്തരം വരുന്നത്. അതാണ് സുഖദേവ ഗോസ്വാമിയുടെ സർവാധിശം മുഖത്തു നിന്ന് വന്നതുകൊണ്ട്. അതന്നെ, അതരത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 9 ചുണ്ടിൽ നിന്ന്. 10ാമത്തെ ചോദ്യം, ഭാഗവതം എന്നാൽ എന്താണ് അർത്ഥം?
ആ ഭഗവാനുമായി ബന്ധപ്പെട്ടത് അതല്ലേ ഭാഗവതം? അതെ അതെ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരു മുക്തി ഭഗവാനുമായിട്ടുള്ള ബന്ധപ്പെട്ടത്. ഭഗവാനുമായി ഭഗവാനുമായി ബന്ധപ്പെട്ടതാണ് ബന്ധപ്പെട്ടത് ഭാഗവതം. ഭഗവാനുമായി എന്നർത്ഥം. ബന്ധപ്പെട്ടത്. ആ ഭഗവാനായിട്ട് ബന്ധപ്പെട്ടത് ഒരു മിനിറ്റ് കേട്ടോ. അത്രേ ഉള്ളൂ. ഭഗവാനായിട്ട് ബന്ധപ്പെട്ടത് ഭാഗവതം. ഫിനിഷ്. ഭഗവാനുമായി ഓക്കെ, ബന്ധപ്പെട്ടത് അടുത്തത്. ഭാഗവതം. ഉം. 11ാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് കൃഷ്ണാവബോധത്തില് പുരോഗതി നേടാൻ നേടാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്ന വ്യക്തി ഭാഗവതത്തിന്റെ സാരാംശം ഭക്തന്മാരിൽ നിന്നും ഗ്രഹിക്കണമെന്ന് പറയുന്നത്? ഉം. കാരണം ഭഗവാനുമായി ബന്ധപ്പെട്ടവർ പിന്നീട് സ്വർഗമോ മുക്തിയോ ആഗ്രഹിക്കുന്നില്ല. അധികാരികളായ ഭക്തന്മാരുമായുള്ള സംവാദത്തിലൂടെ ആശ്രയിക്കാൻ. ആ അതാണ്. അതായത് പേജ് നമ്പർ അല്ല അതിലൊരു കറക്റ്റ് ആൻസർ വരുന്നതെന്ന് വെച്ചാൽ ഭാഗവതം ആസ്വദിച്ചതിന് ശേഷമേ താൻ വലിയ ഭക്തനായി തീർന്നുള്ളെന്ന് സുഖദേവ ഗോസ്വാമി സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അതിനാൽ കൃഷ്ണബോധത്തിൽ പുരോഗതി നേടാൻ ആഗ്രഹിക്കുന്ന ശ്രീമദ് ഭാഗവത്തിന്റെ സാരാംശം നമ്മൾ സംവാദത്തിൽ കൂടെ ഗ്രഹിക്കണം. ഇപ്പൊ സുഖദേവ ഒന്നുകൂടെ പറയൂ പ്രഭുജി. പേജ് നമ്പർ എനിക്ക് ഓർമ്മയില്ല. ശ്രീമദ് ഭാഗവതം 336 ആസ്വദിച്ചതിന് ശേഷം മാത്രമേ ഞാനൊരു വലിയ ഭക്തനായി തീർന്നെന്ന് സുഖദേവ ഗോസ്വാമി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൃഷ്ണബോധത്തിൽ അപ്പൊ ഒന്നാമത്തെ പോയിന്റ് അത്. രണ്ടാമത്തെ പോയിന്റ് എഴുതാ, കൃഷ്ണബോധത്തിൽ പുരോഗതി നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഭാഗവതത്തിന്റെ സാരാംശം തക്ക അധികാരിയിൽ നിന്ന് അല്ലെങ്കിൽ ഭക്തരിൽ നിന്ന് നേടണം. സംവാദത്തിലൂടെ വേണം ഗ്രഹിക്കാൻ. സംവാദം ചോദ്യം പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ. പേജ് നമ്പർ 136 ലാസ്റ്റ് രണ്ടാമത്തെ പാരഗ്രാഫ് ലാസ്റ്റില്. അടുത്തത് അത് എത്രാമത്തെ ചോദ്യമായിരുന്നു? 11ആയിരുന്നു. 11ാമത്തെ ഉത്തരമാണ് ഇപ്പൊ പറഞ്ഞല്ലേ. ഭാഗവതം ആസ്വദിച്ചതിന് ശേഷമേ. നിർണീതം എന്നാൽ എന്താണ്? മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടത് അതല്ലേ നിർണീതം? സുഖദേവൻ ഉപയോഗിക്കുന്ന പദം. നിർണീതം എന്നത് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടത് അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 12ാമത്തെ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 12 നിർണീതം മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടത്. പേജ് നമ്പർ 138. ഒരു പേജ് കഴിഞ്ഞു. അപ്പൊ അത് ആ നിർണീതം എന്ന് പറഞ്ഞ അതെന്താ പറഞ്ഞത്? അതിന്റെ നിർണീതം എന്ന് പറഞ്ഞ എന്താ പ്രഭു? ഒന്ന് വിശദീകരിക്കുക, അറിയോ? ഞാൻ അങ്ങോട്ട് ചോദിച്ചത് എന്താണ് നിർണീതം പറഞ്ഞത്? നിർണീതം മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടത്. എന്താണ് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളായിരിക്കും? കൊറേ ഭഗവാന്റെ കാര്യങ്ങൾ പരീക്ഷിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നതും ഭാഗവതം. മന്ത്രം ജപിക്കുക, ഭാഗവതം വായിക്കുക, ഗീത മുതലായ പുസ്തകങ്ങൾ വായിക്കുക. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞത് എന്താണ്? നമ്മളെ വേദങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? അല്ലെങ്കിൽ മഹാമന്ത്രം അത് നിശ്ചയിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ എന്താണ് മുൻകൂട്ടി എന്താണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അത് നിർണീതം എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കും. അത്രേ ഉള്ളൂ. മന്ത്രം മന്ത്രം ജപിക്കുന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ആളെ ഫലകാംക്ഷയോടെയുള്ള പ്രവർത്തനങ്ങളുടെയും അഭ്യുതങ്ങളുടെയും യോഗ സാധനങ്ങളുടെയും പരീക്ഷണങ്ങളിൽ നിന്ന് വിജയം വരിച്ചവനായി കണക്കാക്കാമെന്ന നിഗമനത്തിൽ സുഖദേവ ഗോസ്വാമി എത്തിച്ചേർന്നു. ആഗ്രഹിക്കുന്ന മുക്തിവാദികൾക്ക് അത് ഫൈനലാണ്. അതിൽ പിന്നെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു കാര്യം മുൻകൂട്ടി നിശ്ചയിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ആ വ്യക്തി പാസ്സാവും, ജയിക്കും. നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞു. അതാണ് എല്ലാത്തിനും ഒരു വിടുതൽ കിട്ടും. ഇനി നാളെ ഹരകൃഷ്ണ മഹാന്തരത്തിന് കൃഷ്ണ വേണ്ട രാമമതി അങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും ഇല്ല, അത് ഫൈനലാണ്. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചേഞ്ചസ് പാടില്ലാത്ത കാര്യങ്ങൾ. അടുത്തത് 3ാമത്തെ ചോദ്യം, എങ്ങനെയുള്ള ഭക്തന് ഭഗവാനിലേക്ക് വിലക്ക് വാങ്ങാൻ സാധിക്കും? വിലക്ക് വാങ്ങാൻ സാധിക്കും?
ഹരേ കൃഷ്ണ. ഭഗവാന്റെ സർവാധിശായിയായ നാമം ജപിക്കുന്നവൻ സദാ ഭഗവാനുമായി ബന്ധപ്പെട്ടുന്നവൻ. സർവ്വശ നാമം ജപിക്കാൻ സദാ ഭഗവാനുമായി ബന്ധപ്പെട്ടവനായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെ വിലക്ക് വാങ്ങാം. അങ്ങനെയുള്ള ഭക്തന്മാരാണ്. അതായത് ഹരേ കൃഷ്ണ. നാമം ഹരേ കൃഷ്ണ. ജപിക്കുക, ഭക്തിയുത സേവനം നാമം ജപിക്കുകയും ഭഗവാനുമായി ബന്ധപ്പെടും. ബന്ധപ്പെടുകയും ചെയ്യും. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. പറയും. ഞാൻ ലീവ് ആയിക്കോട്ടെ. ശരി മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ മതി. യൂട്യൂബ് നോക്കാം. ശരി മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ എന്താണ്, എങ്ങനെയുള്ള ഭക്തന് ഭഗവാന് വിലക്ക് ഒന്ന് നാമം ജപിക്കുക, പിന്നെ ഭഗവാനായിട്ട് ബന്ധപ്പെടാം അല്ലെ? ബന്ധപ്പെടുക. അതായത് ഭക്തിയുത സേവനമല്ലേ അതിനകത്ത് വരുന്നത്? അതന്നെ, ഭക്തിയുത സേവനം ചെയ്യാം. അതും കറക്റ്റ് തന്നെയാണ്. നാമം ഞാൻ ജപിക്കുക, അങ്ങനെ എഴുതിയത് ഭക്തിയുത സേവനം. ഭക്തിയുത സേവനം എന്ന് എഴുതിയത്. നാമം ജപിക്കുക, ഭക്തിയുത സേവനം ചെയ്യുക. ഓക്കെ. അടുത്തത് മധുര എന്ന പുണ്യഭൂമിയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ഭഗവാന്റെ ജന്മസ്ഥലമാണ്. വാസം ഭഗവാന്റെ നേരെ അതീന്ദ്രിയ പ്രേമ മനോഭാവം ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നത് എത്ര അത്ഭുതമാണ്. മധുര എന്ന ഒരു പുണ്യഭൂമി തീർത്ഥാടന സ്ഥലമാണ്. വൈകുണ്ഠ ധാമത്തേക്കാൾ മഹത്വം. ഞാൻ അങ്ങനെയല്ല എഴുതിയത് പ്രഭുജി. ബലകാംക്ഷയുടെ വാസം ഭഗവാന്റെ നേരെ അതീന്ദ്രിയ പ്രേമ മനോഭാവം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അത്രയൊന്നും എഴുതണ്ട. ബലകാംക്ഷയോടെ പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾക്ക് അവരുടെ സർവാധിഷ്ഠ അഭീഷ്ടവും ലഭിക്കും. അതുപോലെ പരബ്രഹ്മത്തിന്റെ വിലയം പ്രാപിക്കാൻ കൊതിക്കുന്ന യുക്തിവാദികളെയും മുഴുവനും അവരുടെ ആഗ്രഹങ്ങളും സാധിക്കും. അത് മാത്രമേ ഇതേപോലെ ഭഗവാന്റെ നേരെ പ്രേമം ഉണ്ടാവുന്നു. പിന്നെ മധുര പുണ്യഭൂമി വൈകുണ്ഠ ധാമത്തേക്കാൾ മഹത്തരമാണ്. അതുണ്ട്. ഇതാരോ ഒരാളുടെ വീട്ടിലത്തെ ഞാൻ അൺമ്യൂട്ട് ചെയ്തോളാം. ആരും ടി വി വെച്ചിട്ടുണ്ടായിരുന്നു, അതാരും ഉണ്ടാ. ഓക്കെ. അപ്പൊ പറയണത് പത്മപുരാണത്തിന്റെ പോയിന്റ് എഴുതാ. അതിൽ പറയുന്നുണ്ട് എന്താണ് പറഞ്ഞത്? ബലകാംക്ഷയോടെ പ്രവർത്തിക്കുന്ന കർമ്മികൾക്ക് അവരുടെ സർവാഭിഷ്ടങ്ങളും അഭിലാഷങ്ങളും അതേപോലെ തന്നെ പരബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കാൻ കൊതിക്കുന്ന യുക്തിവാദികളുടെ ആഗ്രഹവും സാധിച്ചു കൊടുക്കാൻ മധുരയ്ക്ക് കഴിയും. അതായത് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളായിട്ട് ചെന്നാലും അതും കിട്ടും, ആത്മീയമായിട്ടുള്ള ആഗ്രഹങ്ങളായിട്ട് ചെന്നാൽ അതും കിട്ടും, ഭക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതും കിട്ടും. അപ്പൊ ഏത് കാര്യങ്ങളും എന്താണ്, ഈ കാര്യങ്ങളൊക്കെ മധുരന്ന് കിട്ടും. മധുരന്ന് കിട്ടും, മധുരവാസത്തിൽ നിന്ന് കിട്ടും എന്നാ പറയുന്നത്. 3 കാര്യം. അതിലേതിന്റെ മധുരയിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാ മനോഭാവം സാധിക്കുന്നു. പിന്നെ വൈകുണ്ഠനാമത്തേക്കാൾ മഹത്തരമാണ് മധുര. അപ്പൊ 3 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ എന്താ പറയാണ്, ഭൗതിക അഭിലാഷങ്ങൾ. രണ്ടാമത്തേത് പരബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുക. അതായത് യുക്തിവാദികൾ കൊതിക്കുന്നു, അത് പരബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുക. അത് ആത്മീയത തന്നെ എന്താ പറയണത്, അത് അതിന് ആഗ്രഹങ്ങൾ ഉണ്ടാവാം. മുക്തി, സിദ്ധി ഇതൊക്കെ വരുന്നത് ആഗ്രഹങ്ങളാണ്. അത് ആഗ്രഹം. പിന്നെ അടുത്തത് എന്താണ്, നമ്മൾ എന്താണ് ഭക്തിയുത സേവനം ആഗ്രഹിക്കുന്നത്, പ്രേമഭക്തി ആഗ്രഹിക്കുന്നവർ, ഭക്തനാവൻ ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ ഈ മധുരവാസം സാധിച്ചു കൊടുക്കും. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത്. ഒന്ന്, നമുക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും. 2, നമുക്ക് ആത്മീയമായിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ എന്നാൽ അതിൽ തന്നെ പല രീതിയിൽ ആഗ്രഹിക്കാം. നമുക്ക് വേണമെങ്കിൽ ബ്രഹ്മജ്യോതിസിൽ വിലയം സാധിക്കാം, അല്ലെങ്കിൽ പിന്നെ എന്താണ് സിദ്ധികൾ ആഗ്രഹിക്കാം. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അതും കിട്ടും നമുക്ക്. എല്ലാം നമുക്ക് പരിപൂർണമായിട്ട് പ്രേമഭക്തി മാത്രം ആഗ്രഹിക്കുന്നു വെച്ച് ഭക്തിയുത സേവനമാണ്, ഭഗവാന്റെ സേവനം മാത്രം ആഗ്രഹിക്കുന്ന അതും ലഭിക്കും. ഈ 3 കാര്യങ്ങളാണ് മധുരവാസം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. ഹരേഷ്ണ കഴിഞ്ഞു എക്സാം. ഹരേഷ്ണ ഹരേഷ്ണ. നമുക്ക് 13ാം ചാപ്റ്റർ ഒന്ന് തുടങ്ങിടാം. 10 മിനിറ്റ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, 8 മിനിറ്റ് ഉണ്ട്. 8 മിനിറ്റ് ഉണ്ട്. നമുക്ക് 13ാമത്തെ ചാപ്റ്ററിൽ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഇത് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ആരെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാ? യൂട്യൂബ് ഒന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ കിട്ടൂലോ, കറക്റ്റ് ഇത് എഴുതിയെടുക്കാമല്ലോ. യൂട്യൂബിൽ ഒന്ന് കേട്ടാൽ മതി. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ നാളെ നമുക്ക് ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ക്ലിയറിംഗ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് നമ്മളെ ഭക്തിയുത സേവനത്തിന്റെ 5 പ്രബല രൂപങ്ങൾ പറയണത്.
ഈ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. നമ്മൾ ഭക്തിയുദ്ധ സേവനം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസിന്റെ ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 5 കാര്യങ്ങൾ പറയുമ്പോൾ ഭക്തിസേവനം 5 പ്രബലഭാഷം, മധുരവാസം, ഭഗവാന്റെ വിഗ്രഹ പൂജ, ശ്രീമദ് ഭാഗവത പാരായണം, ഭക്തി സേവനം, ഹരേ കൃഷ്ണ മന്ത്രജപം. ഈ 5 ഭക്തിപരമായ പ്രവർത്തനം ഒരു പ്രാരംഭ ഭക്തിന് പോലും ഭക്തിജന്യമായ ഹർഷോന്മാദം ഉളവാക്കാൻ പോകുന്നത്ര ശക്തമാണെന്ന് രൂപ ഗോസ്വാമി പറഞ്ഞു കഴിഞ്ഞു. ഈ 5 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഒരു വൃദ്ധമായിട്ട് എടുത്തിരിക്കണം. ചുറ്റി പറഞ്ഞാൽ നമ്മൾ ഭക്തി, ആത്മീയത ഇതൊക്കെ ആഗ്രഹിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ 5 കാര്യങ്ങൾ ചെയ്തിരിക്കും. മധുരവാസം എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഭഗവാന്റെ ലീലകൾ നടന്നിട്ടുള്ള സ്ഥലങ്ങൾ, മഹാക്ഷേത്രങ്ങൾ, ക്ഷേത്ര ദർശനം, ഇതൊക്കെ എന്താണെങ്കിൽ മധുരവാസത്തിൽ വരും. പിന്നെ ഭഗവാന്റെ വിഗ്രഹം പൂജിച്ചിരിക്കണം. നമുക്ക് കഴിയാവുന്ന രീതിയിൽ ഭഗവാന്റെ രൂപത്തെ നമ്മൾ ആരാധിച്ചിരിക്കണം. അത് മസ്റ്റ്. അപ്പൊ അത് നമ്മുടെ വീട്ടിൽ നമ്മൾ വിഗ്രഹം അല്ലെങ്കിലും ഭഗവാന്റെ രൂപം, ആ വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറയുമ്പോൾ കുറച്ച് കോൺട്രഡിക്റ്റീവ് പോയിന്റ് ആണെങ്കിലും, കാരണം നമ്മുടെ വീട്ടില് വിഗ്രഹം വെച്ച് ആരാധിക്കാനുള്ള പരിശുദ്ധി നമ്മൾക്കേൽ വന്നിട്ടില്ല. അപ്പോ അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന്റെ ചിത്രങ്ങളാണ് വെക്കാൻ പാടുള്ളൂ എന്നാ പറയുന്നത്. വീട്ടില് നമ്മൾ ഇതേപോലെ തന്നെ ആ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നവർക്ക് വിഗ്രഹാരാധന ചെയ്യാം. അങ്ങനെയാണ്. അപ്പൊ ചെയ്യുന്നവർ പെട്ടെന്ന് ചേഞ്ച് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, ജനറൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അത്. അപ്പോ ആ വിഗ്രഹാരാധനയിലേക്ക് നമ്മൾ എത്തണം, അതാണ് ആ പോയിന്റ്. അപ്പൊ വീട്ടിലൊരു പൂജാ റൂം ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അപ്പൊ അത് പറ്റാത്തവർ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഭഗവാന്റെ ഫോട്ടോയെങ്കിലും വെച്ച്, ഒന്നും പറ്റിയില്ലെങ്കിൽ ധൂപദീപം അല്ലെ പുഷ്പം, ഈ 3 നമ്മൾ വെച്ച് ഭഗവാനെ പൂജിച്ചിരിക്കണം. രണ്ടാമത്തെ ഭാഗവത പാരായണം നമ്മൾ ചെയ്തിരിക്കും. ഭാഗവതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഭാഗവതാണ്. ഈ 3 കാര്യമുണ്ട്. ഭാഗവതത്തിൽ കൂടി ഭഗവാന്റെ കഥകൾ നമുക്ക് പറഞ്ഞു തരാണ്, ലീലകൾ നമുക്ക് പറഞ്ഞു തരാണ്, ഭഗവാൻ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാണ്. ഭഗവതയിൽ ശരിക്കും ഭഗവാൻ എന്താണെന്നല്ല തത്വങ്ങളാണെന്ന് പറഞ്ഞു തരുന്നത്, ജ്ഞാനം അല്ലെ, അതാണ് നോക്കണം. ഭാഗവതത്തിൽ ഭഗവാൻ എന്താണ്, ഭക്തി പറഞ്ഞു തരാണ്. എന്താണ് ഭക്തി എന്ന് പറഞ്ഞു തരാണ് ഭാഗവതം. അപ്പൊ ഭക്തി ആഗ്രഹിക്കുന്ന ഭാഗവതം വായിച്ചിരിക്കണം. ചൈതന്യ ചരിതാമൃതം പറയുമ്പോൾ നമ്മുടെ പ്രാക്ടീസ്, അതിന് കിട്ടുന്ന അനുഭവം അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അതാണ് ചൈതന്യ ചരിതാമൃതം കൊണ്ട് ഉദ്ദേശിക്കും. എന്നാലും നമ്മൾ ഭാഗവതം, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ആത്മീയ ഗ്രന്ഥങ്ങൾ വായിച്ചിരിക്കണം. ഭാഗവതം എന്ന് പറയുമ്പോൾ ആത്മീയ ഗ്രന്ഥങ്ങൾ കൂട്ടാൻ പറ്റും. എപ്പോഴും നമ്മൾ അതിന്റെ ശ്രവണത്തിൽ കൊടുക്കണം. പിന്നെ ഭക്തി സേവനങ്ങൾ, നമ്മൾ എന്തെങ്കിലും കാര്യം ഭക്തിപരമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. നമ്മളിപ്പോ ഇതില് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പൊ ഇതിലത്തെ മാതാജി അഡ്മിനായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ഇതിന്റെ പല രീതിയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് നമുക്ക് ധനം കൊണ്ട് സഹായിക്കാം, ആചാര്യന്മാർക്ക് സഹായിക്കാം, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ടൊക്കെ സഹായിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിന്റെ ബാക്കിയുള്ള സറൗണ്ടിങ് ആയിട്ടുള്ള കാര്യം, ഒരു പുസ്തകം ഭഗവാന്റെ ഭഗവത് വിതരണം ചെയ്യാം അല്ലെ, ബുക്കുകൾ, അല്ലെങ്കിൽ നമുക്കിപ്പോ ഇതിൽ വരുന്ന എന്താ പറയണത് അഡ്വർടൈസ്മെന്റ് വരും അല്ലെ, ഇന്ന് ക്ലാസ് ഉണ്ട്, അങ്ങനത്തെ കാര്യം അതൊക്കെ നമുക്ക് സർക്കുലേറ്റ് ചെയ്യാം. എന്തൊക്കെ ചെയ്തില് ഭഗവാൻ നമ്മുടേതല്ലാത്ത രീതിയിൽ, അതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റും ഇല്ല. അതായത് ആത്മീയ കാര്യങ്ങൾ ഭഗവാന്റെ കാര്യത്തിന് ഭഗവാൻ അത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ അത് നമ്മൾ ചെയ്യാം. അതാണ് ഭക്തിയുദ്ധ സേവനം. അപ്പൊ ഭഗവാൻ അത് നമ്മൾ ഇന്നിപ്പോ തന്നെ പറഞ്ഞല്ലേ, ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുന്നവരെ ഭഗവാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും പറ്റില്ല, നമുക്ക് ഡയറക്റ്റ് ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തായാലും ആ ചെയ്യുന്നവരെ സഹായിക്കാം ഇൻഡയറക്റ്റ് ആയിട്ട്. ഇപ്പൊ ആചാര്യന്മാർക്ക് നമുക്കറിയാം, അവർക്ക് നമ്മളെ പോലെ ഗൃഹസ്ഥരൊന്നല്ല അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പൊ നമുക്കറിയാം ഈ ക്ലാസ് തന്നെ എത്ര ആൾക്കാർ എന്തൊക്കെ കോൺട്രിബ്യൂഷൻ പിറകിലുണ്ടെന്ന് നമുക്കറിയില്ല. ഫിസിക്കലായിട്ടും ധനം കൊണ്ടായാലും പല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ. അപ്പൊ അതിൽ നമ്മളൊരു പാർട്ടായിട്ട് മാറും. അതുകൊണ്ട് ഭക്തിയുദ്ധ സേവനം അല്ല വിഗ്രഹ പൂജ, ഇത് രണ്ടാണ്. അത് നമ്മൾ മനസ്സിലാവും. നമ്മൾ ഭക്തിയുദ്ധ സേവനം എന്ന് പറയുന്നത് ഭഗവാന് വിളക്ക് അല്ലെങ്കിൽ പുഷ്പം കാണിക്കാതെ വിഗ്രഹ പൂജയായി. ഭക്തിയുദ്ധ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഭക്തിക്ക് നമ്മള് ഒന്നും അന്യഭിലാഷദശൂന എന്നാണ് പറഞ്ഞു, ഒരു അഭിലാഷവും ഇല്ലാതെ നമ്മൾ ചെയ്യാം. അതിൽ നമുക്കൊന്നും കിട്ടൂല. അങ്ങനത്തെ കാര്യങ്ങൾ അത് നമ്മൾ ചെയ്തിരിക്കണം, അത് മസ്റ്റാണ്. അതാണ് ഭക്തിയുദ്ധ സേവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും, ഫിസിക്കൽ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് എന്താണ് ഇന്റേണൽ സ്പിരിച്വൽ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. അതാണ് ഭക്തിയുദ്ധ സേവനം എന്ന് പറയുന്നത്. പിന്നെ പ്രതീക്ഷിക്കാതെ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാം. ഒരു കാര്യം
നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയായിരിക്കും നമുക്ക് കിട്ടാം ഫിസിക്കലായിട്ട്. മനസ്സിലായില്ലേ? കാരണം നമ്മളെ സമൂഹം അങ്ങനെയാണ്, നമ്മൾ അതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായേ? നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ദൈവം ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എനിക്ക് ചീത്തയാണ് കിട്ടുന്നത് വിചാരിക്കും. ഭഗവാന്റെ കാര്യമായിരിക്കും ചെയ്യണത്. ഇപ്പൊ ഒരു ക്ഷേത്രത്തില് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഇത് തന്നെ ഇപ്പൊ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് എടുത്തിട്ട് ചെയ്യും നിങ്ങൾ എന്താ ക്ലാസ് എടുക്കണം അങ്ങനെ അങ്ങനൊക്കെ ചെയ്തിട്ട് നമുക്ക് മനസ്സിലായോ? അപ്പൊ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് അതുകൊണ്ടൊന്നും നമുക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. മെറ്റീരിയൽ ആയിട്ട് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും കിട്ടാം, നമുക്ക് സ്പിരിച്വൽ ആയിട്ട് അത് പോസിറ്റീവ് കിട്ടും. അത് നമ്മൾ ചെയ്തിരിക്കണം. അതാണ് ഭക്തി. അപ്പൊ നമ്മൾ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ഭഗവത് കൊണ്ട് കൊടുക്കുമ്പോ നമ്മ പറയും 350 രൂപ, ഇല്ലെങ്കിൽ എനിക്ക് 300 രൂപയ്ക്ക് എവിടെ കിട്ടുമല്ലോ, നിങ്ങൾ തന്നെ 50 രൂപ ലാഭം എടുക്കണമെന്നൊക്കെ ചോദിക്കും അല്ലെ? ജനറൽ ആയിട്ടൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത് നമുക്ക് കേൾക്കാൻ നമ്മൾ തയ്യാറാവാം. അതാണ് നമ്മളെ ക്ഷമ ഒക്കെ നമ്മൾ പതുക്കെ പഠിക്കണം പറയുന്ന കാര്യം അതൊക്കെയാണ്. അപ്പൊ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും. ഭഗവാന്റെ നാമം എത്തിക്കുമ്പോൾ അതിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അതാണ് നമ്മുടെ പരീക്ഷണ ഘട്ടം. ശരിക്കും ഇതാണ് 2 സെക്ഷൻ ഉണ്ട് ശരിക്കും ഭക്തിയിൽ. ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്, അത് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, ഒരു സംശയമില്ല. ഭഗവാന്റെ കീർത്തനം കേട്ടിട്ട് പ്രത്യേകിച്ച് ഭക്തന്മാർക്ക് കീർത്തനം കേട്ടാൽ ഭയങ്കര ഇഷ്ടം തന്നെ ആയിരിക്കും അല്ലെ? ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. അതാണ് സോഫ്റ്റ്. സോഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ ശ്രവിക്കുക, ഇതൊക്കെ ഇഷ്ടമാണ്. അത് ഇഷ്ടമില്ലാത്തവരുണ്ട്. ആ സെക്ഷനിൽ നമുക്ക് കടന്നിട്ടില്ല, അത് വേറെ സെക്ഷൻ, അതിലേക്ക് നമുക്ക് കടക്കണ്ട. അല്ലാത്തത് എന്താണ്? നമ്മൾ സാധാരണ ഒരു ഭക്തൻ ഭഗവാന്റെ കീർത്തനങ്ങൾ പോവാ, മധുരവാസം ചെയ്യുക, ഭഗവാന്റെ പൂജ ചെയ്യുക ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഭാഗവതം പാരായണം ചെയ്യുക, ഇതൊക്കെ ഇഷ്ടമായിരിക്കും. ഹരേകൃഷ്ണ മന്ത്രവും ഇഷ്ടമായിരിക്കും. പക്ഷെ എന്നാൽ ഭക്തിയുദ്ധ സേവനം എന്താണ്? അത് ഹാർഡാണ്. സോഫ്റ്റ് ഹാർഡ്. ഈ ഹാർഡാണ് നമ്മൾ കടക്കേണ്ടത്. സോഫ്റ്റ് ഒരുവിധം എല്ലാവരും കടക്കും. ഹാർഡ് കടക്കുമ്പോഴാണ് പ്രശ്നം. അതായത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ടീച്ചർ LKG സ്റ്റുഡന്റ് ചെന്ന് കഴിഞ്ഞാൽ എന്നാൽ പാട്ട് പാടും, മിഠായി തരും, ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എഴുതാൻ പറയുമ്പോൾ കുട്ടികൾ പറയുമ്പോൾ എനിക്ക് പറ്റൂല എന്ന് പറയും. മനസ്സിലായി? ഇതാണ് ഈ ഭക്തിയുദ്ധ സേവനം എന്ന് പറഞ്ഞത്. ഇവിടെയാണ് കടമ്പ. 2 സെക്ഷൻ ഉണ്ടെന്നാണ്. ഭക്തിയുദ്ധ സേവനങ്ങളും ചെയ്താലേ പരിപൂർണമായിട്ട് നമ്മൾ ഭക്തിയിലേക്ക് നമ്മൾ കടക്കും. പിന്നെ ഹരേകൃഷ്ണ മഹാമന്ത്രം, ഈ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കും. നമ്മൾ ഈ 4 പേരും പിന്നെയും ചെയ്യും. 5 ഭക്തിയുദ്ധ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി. അത് ഞാൻ പറഞ്ഞത് LKG കുട്ടികളെ പോലെ പാട്ടും പാടൊക്കെ കേൾക്കും, ഭയങ്കര ഇഷ്ടമാണ്. പാട്ടൊക്കെ പാടും, വീട്ടിൽ നിന്ന് വന്ന് തന്നെ മറന്നു പോകും. പക്ഷെ എന്താണ് എഴുതാൻ പറയുമ്പോ ഈ എഴുതാൻ പറയുമ്പോൾ പിള്ളേർ ബഹളം തുറക്കും. മനസ്സിലായില്ലേ? ഇതാണ് പ്രശ്നം. അതാണ് ഭക്തിയുദ്ധ സേവനം. അത് നമ്മൾ അത് ചെയ്യാണ്ട് എന്താണ് ABCD പഠിക്കാനാണ് ശരിക്കും അവിടെ വരുന്നത് തന്നെ, അല്ലെങ്കിൽ ഈ പഠിക്കാനാണ്. അത് ചെയ്യൂല, ബാക്കിയൊക്കെ ചെയ്യും. അതാണ് ഭക്തിയുദ്ധ സേവനം. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയാം. അതൊന്നും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്തിരിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ കിട്ടുന്ന റിസൾട്ട് മെറ്റീരിയൽ ആയിട്ട് കുറെ പുസ്തകം വിൽക്കാൻ തന്നു, ഭഗവത്ഗീത. ഞാനത് ഭഗവാനെ മെറ്റീരിയൽ ആയിട്ട് നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. റിസൾട്ട് നമുക്ക് തന്നെ ആയിരിക്കും, ഒരു സംശയമില്ല. കാരണം പല പ്രശ്നങ്ങളും നമ്മൾ നേരിടും. ഇത് ആരും അത് സ്വീകരിക്കാൻ ബുക്ക് മേടിക്കാൻ തയ്യാറാവണില്ലേ? ബുക്ക് വാങ്ങിക്കാൻ തയ്യാറാവില്ല. വാങ്ങിക്കുന്നവര് എന്തിനാ വാങ്ങിക്കുന്ന ചോദിക്കും, അതിന്റെ ചോദ്യങ്ങൾ ചോദിക്കും. പൈസ ഇതാണോ, നിങ്ങൾ ഇതാണ് ബിസിനസ് എന്നൊക്കെ പോലെ അനവധി കാര്യങ്ങൾ നമ്മൾ കേൾക്കണ്ടേ. ബുക്കിന്റെ കാര്യമല്ല, എല്ലാ കാര്യത്തിലും. ഭക്തിയുദ്ധ സേവനങ്ങൾ ഭക്തിയുദ്ധ സേവനങ്ങൾ ചെയ്യുമ്പോൾ മെറ്റീരിയൽ ആയിട്ട് നമുക്കൊക്കെ നെഗറ്റീവ് ആയിട്ട് കിട്ടാം. അപ്പൊ നമുക്ക് വിചാരിക്കുന്നത് നിർത്താം, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. കാരണം നമ്മള് ഭക്തിയുദ്ധ സേവനങ്ങൾ വിടാൻ തോന്നും. ബാക്കിയൊന്നും നമ്മൾ വിടൂല, ബാക്കിയൊക്കെ നമുക്ക് ഇഷ്ടമാണ്, അത് നമ്മൾ വിടൂല. അത് നമ്മൾ സ്വയം ചെയ്യുന്നല്ലേ, ഇത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് അവിടെയാണ് പ്രശ്നം. അതാണ് ഭഗവാൻ പറഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ? മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അതാണ് ബുദ്ധിമുട്ട്. മനസ്സിലായ? അതാണ് ഭഗവാൻ പറഞ്ഞു. അങ്ങനത്തെ വ്യക്തികളാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് കാര്യം. മനസ്സിലായില്ലേ? മറ്റേ നമ്മളെ കയ്യിലാണ്, നമ്മളെ കയ്യിലുള്ളത് ഭഗവാൻ അതും ചെയ്യും, അറിയാം. നമ്മൾ തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്, വേറെ ആരും എടുക്കേണ്ട കാര്യമില്ല. നമ്മള് കൊണ്ടുവരാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അത് നമ്മൾ ചെയ്യണം. അതാണ് ഭക്തിയുദ്ധ സേവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പൊ ക്ലാസ്സിലത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ പല കാര്യങ്ങളും അതിന്റെ പിറകിലുണ്ട്. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് ശരിക്കും ഭക്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ പ്രാരംഭ ഭക്തനിൽ പോലും ഭക്തിജന്യമായ ഹർഷോന്മാദം ഉളവാക്കാൻ പോകുന്നത്ര ശക്തമാണ് എന്ന് രൂപഗോസ്വാമി പറയാണ്. ഈ സ്ലൈഡ് ഒന്ന് എടുത്തിട്ട് നിർത്താം നമുക്ക്. ഭഗവത് രൂപത്തെ, അത് വിഗ്രഹത്തെ ആരാധിക്കുന്നതിനെ പറ്റി അത് ഇങ്ങനെ പാടി: പ്രിയപ്പെട്ട സുഹൃത്തെ, ഭൗതിക ലോകത്തിനെ പറ്റി ചങ്ങാതികളുമായുള്ള കൂട്ടുകെട്ടിൽ നിന്നുണ്ടാകുന്ന ആനന്ദം അനുഭവിക്കാൻ ആഗ്രഹമുള്ളവയാളാണ് നീയെങ്കിൽ കേശിഘട്ട വൃന്ദാവന സ്ഥാനഘട്ടം.
വൃന്ദാവന സ്ഥാനഘട്ടത്തിൽ തീരത്ത് നിൽക്കുന്ന കൃഷ്ണനെ നോക്കരുത്. അദ്ദേഹം ഗോവിന്ദനാണ്, അത്യന്തം വശ്യമാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കയ്യിലോടക്കുഴൽ, നെറുകയിൽ മയിൽപീലി, ആകാശത്തു നിന്ന് നറുനിലാവിൽ കുളിച്ച് വെട്ടിത്തിളങ്ങുന്ന തിരുവുടൽ. അപ്പൊ ഭഗവത് രൂപത്തെ ആരാധിക്കണ പറ്റി പറയാണ്. ഭഗവാന്റെ ആരാധന അതിനെ പറ്റി പറയാണ്. നീ നിന്റെ സുഹൃത്തുക്കൾ ഭൗതിക ലോകത്തിൽ ചങ്ങാതികളും കൂട്ടുകെട്ടിലുണ്ടാകുന്ന ആനന്ദം അനുഭവിക്കാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ, ഭൗതികത ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു കാവ്യാത്മകമായിട്ട് പറയാണ്. അത്ര ചിന്തിച്ചാൽ മതി. അതായത് ഭഗവാന്റെ സൗന്ദര്യത്തെ പറ്റി വർണ്ണിക്കാണ് രൂപഗോസ്വാമി. അതായത് നമ്മൾ ഭൗതികത ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചങ്ങാതികൾ ഭയങ്കര സന്തോഷമായിട്ട് ആ ലെവലിൽ ചങ്ങാതികളായിട്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം അനുഭവിക്കുക. അപ്പൊ ചങ്ങാതികളായിട്ട് നമ്മൾ കൂടെ നടക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആരെ നോക്കരുത്? കേശികട, അതായത് വൃന്ദാവനത്തിലെ സ്ഥാനഘട്ടം. അവിടെ എന്താണ്? ഭഗവാൻ ഉണ്ട്. ആ ഭഗവാനെ ആ ഭാഗത്തേക്ക് നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതായത് ഭഗവാനിൽ നമ്മൾ ആകർഷണമായി തീരും. അത്തരം പവറാണ് ഭഗവാന്റെ ആകർഷണം എന്ന് പറയാണ്. അത്ര ഉള്ളത്. അതായത് ഭക്തിയുടെ രസം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നമുക്ക് രസം കണ്ടെത്തില്ല. ചുരുക്കി പറഞ്ഞു, ഭക്തിയുടെ രസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ഒന്നിന്റെ രസം ഉണ്ടാവില്ല. ഭഗവത്തിൽ ആകൃഷ്ടരായി കഴിഞ്ഞാൽ പിന്നെ അവന് ഒന്നും പിടിക്കില്ല. ചില കുട്ടികൾ പറഞ്ഞിട്ടില്ല, അവനൊന്നും പിടിക്കില്ല, അവൻ ഇത് തന്നെ വേണമെന്ന് പറയില്ല. അത് തന്നെ അവസ്ഥ. അത് പിടിച്ചു കഴിഞ്ഞാൽ, ആ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ചില കുട്ടികൾ പഠിക്കണ കാര്യം തന്നെ അവർക്കൊന്നും വേണ്ട. അവർ എന്തിനാ പഠിക്കുന്നത്? അവർ പഠിച്ചുകൊണ്ടേയിരിക്കും. ചില കുട്ടികൾ കളിക്കേണ്ട കാര്യം എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും വിടില്ല, അവർ കളിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ ടേസ്റ്റ് അവർക്ക് കിട്ടി, പിന്നെ അവർ വിടൂല. എന്നതുപോലെയാണ് ഭഗവാനിലുള്ള ആകർഷണം. അത്രയും പവർഫുൾ ആണ് ഭഗവാന്റെ രൂപം എന്ന് പറയാണ്. ഹരേ കൃഷ്ണ. നമുക്ക് നിർത്താം. നമുക്കിതിലും ഭഗവാന്റെ കേശാദി ബാധ കൊടുത്തിരിക്കണേ അല്ലേ? അതെ അതെ, ഭഗവാന്റെ രൂപത്തെ പറ്റി വർണ്ണിക്കുകയാണ്. ഭഗവാന്റെ ആ രൂപം അത്ര അഴകുള്ളതാണ്, അത്ര ആകർഷകരാണ് എന്ന് പറയാണ്. വശ്യമാണ് കണ്ണുകൾ അല്ലേ? പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനയന്റെ, അതായത് ഭക്തന്മാരെ പറ്റി. കാരണം അത്തരം സൗന്ദര്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ഭക്തൻ പിന്നെ കാണുന്നത് ഭക്തിയോടെ കാണുമ്പോൾ ഭഗവാന്റെ രൂപം അത്ര ആകർഷകരായിരിക്കും. അത് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് വലിക്കും. മനസ്സിലായി? അപ്പൊ അതാണ് പറഞ്ഞത്. ആ ഓടക്കുഴ രൂപം, അദ്ദേഹത്തിന്റെ കണ്ണുകൾ, നെറുകയിലെ മയിൽപ്പീലി, ആകാശത്തിൽ നറുനിലാവിൽ കുളിച്ച് വെട്ടിത്തിളങ്ങുന്ന തിരുവുടൽ. അപ്പൊ ഭഗവാന്റെ ആ രൂപത്തെ വർണ്ണിക്കുകയാണ്. ആ രൂപം ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിൽ പതിഞ്ഞിട്ടുള്ള വ്യക്തിക്ക് പിന്നെ ഭൗതികമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതാണ് മൂർത്തി ആരാധനയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം അല്ലെ? സിമ്പിൾ ആയിട്ട് നമുക്ക് ഗുരുവായൂരമ്പലത്തിൽ പോയി കഴിഞ്ഞാലും നമുക്കറിയാം ഭഗവാന്റെ രൂപം കാണുമ്പോഴുള്ളത്. ഓക്കെ, ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടാ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഈ ക്ലാസ്സിൽ കേറാൻ തുടങ്ങിയപ്പോ തൊട്ട് അടക്കളയിലേക്ക് കയറാൻ തോന്നണേ ഇല്ല. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു എത്ര സ്ലൈഡായി ഇന്ന്? ഇന്ന് രണ്ടാമത്തെ സ്ലൈഡ് മാതാജി. നാളെ തൊട്ട് മൂന്നാമത്തെ സ്ലൈഡ്. ഹരേ കൃഷ്ണ. ഓക്കെ, നമുക്ക് നിർത്താപ്പാ. 13ന്റെ ക്വസ്റ്റ്യൻ ഇടാവോ? ഏതിന്റെ? മാതാജി ഇട്ടോളൂ. എന്ത് മാതാജി? 13ന്റെ മാതാജി ഇട്ടോളൂ. എന്ത് മാതാജി ഒന്ന് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം പറയാം, കുഴപ്പമില്ല. ശരി, അപ്പൊ നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. വഞ്ചകൽപരൂപേക്ഷ കൃപാസിന്ധ്യാവേച്ച പതിനാം പാവനേഭ്യ വൈഷ്ണവേഭ്യോ നമഃ അനന്തകോടി വൈഷ്ണവ ഭക്തർക്ക് പ്രഭാതേ ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ.